23 ചുറുചുറുക്കുള്ള പെൺകുട്ടികൾ കൈയും കാലുമൊക്കെ കൂട്ടി ബന്ധിച്ച് ഇപ്പോ ഈ പെരിയാറിലേക്ക് നീന്താനായിട്ട് ഇറങ്ങാൻ പോകുന്നത്. ആറിളക്കി കാടുകുലുക്കി കൊമ്പൻ പതിയെ പതിയെ വരുന്നുണ്ട്. കൂടെ നാടിനെ ഇളക്കാൻ അവൻ വളർത്തിയ കൂട്ടവും. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കാണ്, എല്ലാ സൗകര്യങ്ങളുള്ള ആംബുലൻസ്, പിന്നെ ബോട്ടുകളുണ്ട്, ജങ്കാറ്, എല്ലാ സൗകര്യവും, പിന്നെ സീനിയേഴ്സ് എല്ലാം കൂടെയുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഇറങ്ങാവുന്ന രീതിയിൽ എല്ലാം സെറ്റപ്പാക്കി വെച്ചിരിക്കുന്നു. സ്കൂബ ടീമാണ് വന്നിരിക്കുന്നത്. സ്കൂബ ടീമാണ് വന്നിരിക്കുന്നത്. ഇരുപത്തിമൂന്ന് പെൺകുട്ടികൾ കയ്യും കാലും ബന്ധിച്ച് ഈ കുത്തൊഴുക്കിലിറങ്ങി നീന്തി കാണിച്ചു തന്നത് ഒറ്റക്കാര്യത്തിന് വേണ്ടി മാത്രമാണ്. നീന്തൽ പഠിക്കുക, പരിശീലിക്കുക. വെള്ളത്തിൽ നമുക്ക് ഒരു അപകടമുണ്ടായി കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാൻ അത് വളരെ അനിവാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 88% പേരുടെയെങ്കിലും ജീവൻ വെള്ളത്തിൽ വീണാൽ നീന്തൽ അറിയാമെങ്കിൽ രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. പലരും ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ കയ്യും കാലും കെട്ടണമായിരുന്നു, കുത്തൊഴുക്കുള്ള സമയത്ത് തന്നെ വേണമായിരുന്നു, പ്രളയജലം ഉള്ളപ്പോൾ തന്നെ വേണമായിരുന്നു, അടിയൊഴുക്കുള്ളപ്പോൾ തന്നെ വേണമായിരുന്നു എന്നൊക്കെ ആ കുഞ്ഞുങ്ങളും അവരുടെ രക്ഷിതാക്കളും അവിടുത്തെ ലോക്കൽ അതോറിറ്റീസ് അടക്കമുള്ളവർ അറിവും സമ്മതവും അംഗീകാരവും ഒക്കെ കൊടുത്ത പരിശീലനത്തിന് ശേഷം നൽകിയ സന്ദേശമാണ്. അത്രമാത്രം തീക്ഷ്ണമായി ഈ സന്ദേശം നൽകുന്നതിൻ്റെ ഉദ്ദേശം മാത്രം നമ്മൾ എടുക്കുക. തൽക്കാലം കഴിവതും നീന്തൽ പരിശീലിക്കുക. വെള്ളത്തെ ഭയന്നു മാറി നിൽക്കുകയല്ല, വെള്ളത്തെ ഇഷ്ടപ്പെടുക, വെള്ളത്തിൽ ഇറങ്ങുക, വെള്ളവുമായി സമരസപ്പെടുക. അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് പറയാണ്.